ഹായ് ഫ്രണ്ട്സ്, ചിൽമിൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈസിയായ ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ചീരയും മുട്ടയും ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ചീര മുട്ടത്തോരനാണ് നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഇവിടെ നന്നായി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞെടുത്ത ചീര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ചുവന്ന ചീര വേണമെന്നില്ല, ഇഷ്ടമുള്ള ചീര ഉപയോഗിക്കുന്നതാണ്. ചീര അരിയുമ്പോൾ ഒരുപാട് ചെറുതാക്കി അരിയരുത്. അതുപോലെ ചീരയുടെ ചെറിയ തണ്ടുകൾ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ഇടാവുന്നതാണ്. വലിയ മൂത്ത തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇത് ഇപ്പോൾ ശകലം ചെറുതായിപ്പോയി അരിഞ്ഞത്. ഇനിയും ഇതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയതും ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തതും, അത് കഴിഞ്ഞ് 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയതും ഇതിലേക്ക് ഇടുക. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്ത് നല്ലവണ്ണം എടുക്കുക. നല്ലവണ്ണം അങ്ങ് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനിയും ഇത് മാറ്റി വെക്കണം. അടുത്തതായി ഒരു പാൻ എടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. പിന്നെ എണ്ണ നന്നായി ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക. പിന്നീട് കടുകെല്ലാം പൊട്ടി തീരുന്നതിന് വരെ വയ്ക്കുക. ഉള്ളി 5-6 സ്ലൈസ് ചെയ്ത് കറിവേപ്പില 2 തണ്ടും കൂടി ചേർക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ചെറിയ ഉള്ളി ഗോൾഡൻ കളറ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ല പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കുക. ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ചേർക്കുക. ചീര ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇത് തുറന്ന് വെച്ച് 3-4 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ചീരയ്ക്ക് ഒത്തിരി വേവില്ല, 3-4 മിനിറ്റുള്ള വേവേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. 4 മിനിറ്റ് വേവിക്കണം. ചീര അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ചീര കുഴഞ്ഞിരിക്കും കേട്ടോ. ചീരയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഈ ചീര സൈഡിലോട്ട് മാറ്റി കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. വെന്ത ചീര സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഒരു നുള്ളുപ്പ് കൂടി ഇടാം. മുട്ട മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. മുട്ട നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ടയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്.
മുട്ട വെന്തതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിക്കുക. ഒരു മിനിറ്റ് വരെ തുടർച്ചയായി നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചീരയും മുട്ടയും നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നന്നായി ഇളക്കി ചീരയും മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചീര മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി കാണാം. ബൈ. Thank you.